അവിടുന്ന് ഹിജാമ ചെയ്തു ഒരു ദിവസം. ഹിജാമ, കപ്പിംഗ് എന്ന് പറയും. നമ്മുടെ മോശപ്പെട്ട ബ്ലഡ് ഒക്കെ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി, അത് സുന്നത്താണ്, പുണ്യ നബി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്തു കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഒരുപക്ഷെ ഒരു വിമ്മിഷ്ടം തോന്നാം. പക്ഷേ ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, ഇദ്ഹബ് ബിഹാദദ്ദം, ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേ. ഫഅഹ്രീഖഹ് ഹൈസു ലാ യറാക അഹദ്, ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി അബ്ദുല്ലാ ഇത് കൊണ്ടുപോയി കളയണേ എന്ന് മഹാനായ അസ്മാ ബീവിയുടെ മകനോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയോട് മദീനയിൽ സ്വഹാബിമാർ കടന്നു വന്നപ്പോ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് സ്വഹാബിയായ കുട്ടി, അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമാ. മദീനയിൽ ജനിച്ച കുട്ടിയാണ്. തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സായിരിക്കും പ്രായം. ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് പലരും ഒരുപക്ഷെ ദീനിനെയും ഹബീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരുപക്ഷെ ഒരൽപ്പം വിയേർഡ് എന്ന് തോന്നിയേക്കാം. സാരമില്ല, മുഅ്മിനീങ്ങൾക്കത് പ്രശ്നമല്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ഹക്കീം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും റിജാലുഹു റിജാലു സിഖാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്. ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് അബ്ദുല്ലാഹി തങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാ, അതെന്ത് ചെയ്തു നിങ്ങൾ? ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തു ചെയ്തു? നബിയേ, ആരും കാണാത്തിടത്ത് ഞാൻ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, നബിയേ, ഇന്നി ശരിബ്തുഹു ലിയസ്ദാദ ബിഹി ഇൽമൻ വ ഈമാനാ, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനും ഇൽമും വർദ്ധിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചു നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോട് പറഞ്ഞത് സത്യമാണ്. എന്തിനെന്നറിയോ? നബിയേ, എന്റെ ഖബർ, എന്റെ ജനാസ, എന്റെ മയ്യിത്ത് നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും എന്റെ ശരീരത്തിലൊന്ന് കയറട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നബിയേ. وليكون شيء من جسد رسول الله في جسدي وجسدي أولى به من الأرض, മണ്ണിനെക്കാളും മണ്ണിൽ ഒഴിച്ചു കളയുന്നതിനേക്കാളും ആ മണ്ണിനെക്കാളും അത് കിട്ടാൻ അർഹതയുള്ളത് എന്റെ ശരീരമാണ് നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് 10 വയസ്സ് പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അബ്ശിർ, സന്തോഷിച്ചോളൂ അബ്ദുല്ലാ, ലാ തമസ്സുകന്നാറു അബദാ, ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടില്ല എന്ന് പുണ്യനബി മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ്. വൈലുല്ലക മിനന്നാസ്, അബ്ദുല്ലാ, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. വവൈലുൽ ലിന്നാസി മിൻക, നിങ്ങൾ ജനങ്ങൾക്ക് പരീക്ഷണമായി മാറും. അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെടുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. തങ്ങളുടെ വഫാത്തിന് ശേഷം ഈത്തപ്പനകൾ കുരിശു പോലെ വെച്ച് അതിൽ തളർത്തി കൈകാലുകൾ കെട്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ തലമുറിച്ചെടുത്തുകൊണ്ടുവരെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട്. അന്ന് കണ്ണുകാണാത്ത പ്രായത്തിൽ 100 വയസ്സ് പ്രായമുള്ള ഉമ്മ സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ
അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ ജനാസ പോലും താഴെ ഇറക്കാൻ സമ്മതിക്കാതെ മക്കായുടെ കഅബാലയത്തിന്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചപ്പോ, മോനെ അബ്ദുല്ലാഹ്, നിന്റെ ദുന്യാവാണ് അവരെടുത്തു കളഞ്ഞത്, എന്നാൽ അവരുടെ ആഖിറമാണ് നീ എടുത്തു കളഞ്ഞത് എന്ന് തന്റെ മോനോട് ധൈര്യമായി ചൂണ്ടിപ്പറഞ്ഞ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ ധീരവതിയായിരുന്ന മകൾ അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് നബി തങ്ങൾ 10 വയസ്സുള്ള മോനോടാ പറഞ്ഞത്, മോനെ, നിങ്ങൾ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം വരും, ജനങ്ങൾ കാരണം നിങ്ങൾക്കും പരീക്ഷണം വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ ശരീരം ഇനി നരകം തൊടില്ല. ഇത് ഹബീബിന്റെ ശരീരത്തിന്റെ ഒരംശം കലർന്നിരിക്കുന്ന ശരീരമാണ്. എന്തിനാണ് കൊച്ചു മനസ്സിൽ ഇങ്ങനൊരു സ്നേഹം തോന്നിയത്? എന്റെ ശരീരം ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ദമുൽ ഹിജാമ കുടിച്ച സ്വഹാബി കുഞ്ഞാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു.